ഒരു മോനെ വെള്ളിക്കണ്ണൻ സ്രാവ് കാണിച്ചോട്ടെ ആദ്യം തന്നെ. നല്ല വെള്ളിക്കണ്ണൻ സ്രാവ് ഇതിലെ ഇത് കുരുമുളക് തേച്ച് പൊരിച്ചാണ്ടല്ല, സൂപ്പറാണ്. നല്ല അടിപൊളി ട്യൂണ, യെല്ലോ ഫിൻ ട്യൂണ. ട്യൂണയുടെ മീറ്റ് ഒക്കെ അടിപൊളി ട്യൂണ, പുള്ളിമോത, മാഹി കിഡിലെ സാധനം. കടലിലെ മയിൽക്കുട്ടി എന്ന് വിളിക്കണം. അവരുടെ മീറ്റ് കണ്ട സൂപ്പർ. കണ്ട നെയ്വറ്റ, ഇതാണ് ഒറിജിനൽ നെയ്വറ്റ, ജ്യൂസി വാല. കണ്ട അടിപൊളി നെയ്വറ്റ. പിന്നെ നമ്മുടെ പോത്തുംകുട്ടൻ, സൂപ്പർ പോത്തുംകുട്ടന്റെ ഇറച്ചി, പൊത്തിറച്ചി. നെയ്വറ്റ പറഞ്ഞില്ലേ, നെയ്വറ്റ പറഞ്ഞു. നിങ്ങൾ ഒരു മോനെ നല്ല കിഡിലോസി കരിമീൻ കേട്ടാ, പാള സൈസ് കരിമീൻ. പാള ഇതാണ് പൊള്ളിച്ച് പാത്രത്തിൽ വെച്ചാണ്ടല്ല, വേറെ ഒന്നും വേണ്ട. നല്ല അടിപൊളി കരിമീനുകൾ, എല്ലാ സൈസ് 3 സൈസ് കരിമീൻ ഉണ്ട്. നല്ല കായൽ കടല, അടിപൊളി കായൽ കടല. എവിടെ പിടിച്ചാലും പച്ച കരിമ്പച്ച, നല്ല അടിപൊളി പാൽക്കടലാണ്, സൂപ്പർ പാൽക്കടല. ഒറിജിനൽ കായൽ ഫിലോപ്പി, സൂപ്പർ കായൽ ഫിലോപ്പി. അല്ല സോറി, കായൽ കാളാജി. ഫിലോപ്പി ഇല്ല നമുക്ക്, കായൽ കാളാജി. ഇതിലും കായൽ കാളാജി. കട്ട്ലതെ 3 കിലോ 3.5 കിലോ വരെ സൈസ് ഉണ്ട് പാൽക്കടല. അടിപൊളി സാധനം. അത് പീസാക്കി മീറ്റാക്കി തരും. ഇതാണ് മോനെ നമ്മുടെ കർത്താവോലി. ഇത് തീ കുറച്ചിട്ട് പൊള്ളിച്ചെടുക്കണം. അടിപൊളിയാണ് സാധനം. ഇതാണ് സൈസ്, ചെറുതും മീഡിയം ഇതൊക്കെയാണ്. നമ്മൾ സ്മോളെന്ന് പറഞ്ഞു കൊടുക്കുന്നത്. അയല ചെറുതാണ്, അയല വന്നില്ല ഇപ്പോ കുറവാണ്. നല്ല നെയ്യുള്ള അയലാണ്. കിളി സൂപ്പർ കിളിയാട്ടാ, നല്ല പറക്കണ സൈസ് കിഡിലോസി കിളി, അടിപൊളി കിളി. ഇതാണ് വെള്ളക്കൂന്തൽ, എക്സ്പോർട്ട് ടൈപ്പാണ് ടൈപ്പ് വെള്ളക്കൂന്തൽ. പീസാക്കി അധികം വേവിക്കാതെ കൂന്തൽ എടുക്കുക, അല്ലെങ്കിൽ റബ്ബർ പോലെയാവും. കൂന്തൽ മീഡിയം ആവുന്നത്. ഇതാണ് നമ്മുടെ നല്ല സൂപ്പർ ഉടുപ്പൂരി ലെതർ ജാക്കറ്റ് എന്നൊക്കെ പറയുന്ന അടിപൊളി ഫിഷ്. നല്ല വെള്ളച്ചൂര, മീഡിയം സൈസ് ആണ്. ഫ്രൈ ചെയ്യാൻ കഴിയുന്നുണ്ട്. കായൽ ചെമ്മീൻ, കായൽ നാരെന്ന് അടിപൊളി കായൽ ചെമ്മീൻ. സൂചിക്കൊഴുവ, സൂപ്പർ സ്പൈർമണി സൂചിക്കൊഴുവ, വെള്ളക്കൊഴുവ, കുറച്ച് പൊഴുവറ്റുണ്ട്. ചാള, നെയ്യ് മുട്ട മുട്ട അല്ലെങ്കിൽ നെയ്യ് ഗ്യാരണ്ടിയാണ്. നല്ല കക്കർച്ചി ഉണ്ട്, വെള്ളക്കൊഴുവ മീറ്റ് ഉണ്ട്. ഇനി എന്തെങ്കിലും പറയാനല്ലോ മോനെ? ഇനി എന്തെങ്കിലും വന്നാൽ അടുത്ത പോസ്റ്റ് വരും. ഓക്കെ, താങ്ക്